മഹാത്മജിയുടെ ഒരു ഫോട്ടോ ആൽബം കുറേ കാലത്തെ പ്രയത്നത്താൽ തയ്യാറാക്കിയതാണിത്. ഈ ഫോട്ടോ ഗാലറി അദ്ദേഹത്തിൻ്റെ ജീവിതരേഖകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഗുജറാത്തിലെ കത്തിയവാറിലുള്ള പോർബന്ദറിൽ ആണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. രാജ്കോട്ടിലെ പ്രൈമറി വിദ്യാലയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. 1882 കസ്തൂർബയുമായുള്ള വിവാഹം ഉണ്ടായി. 1888 സെപ്റ്റംബർ 4 നിയമ പഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു. 1893 ഒരു കേസ് വാദിക്കുവാനായി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. 1899 ബോവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിൽ അദ്ദേഹം അംഗമായിരുന്നു. 1901 ഇന്ത്യയിൽ തിരിച്ചെത്തി. ആയിരത്തി 1919 റൗലറ്റ് ആക്ടിനെതിരെ ഏപ്രിൽ 6 മുതൽ 18 വരെ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. 1919 റൗലറ്റ് ആക്ടിനെതിരെ ഏപ്രിൽ 6 മുതൽ 18 വരെ സത്യാഗ്രഹ സമരം നടത്തി. ഗുജറാത്തിയിൽ നവജീവനും ഇംഗ്ലീഷിൽ യങ് ഇന്ത്യയും പത്രം തുടങ്ങിയത് ഇക്കാലത്താണ്. 1920 ഖിലാഫത്ത് സമരത്തിലും 22 ബർദോലി സത്യാഗ്രഹത്തിലും ഗാന്ധിജി പങ്കെടുത്തു. തുടർന്ന് 2 വർഷം അദ്ദേഹം ജയിലിലായി. 1930 മാർച്ച് 12 പ്രസിദ്ധമായ ദണ്ഡി യാത്ര തുടങ്ങി. ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. 1931 ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തി. 1925 ഹരിജനോദ്ധാരണത്തിൻ്റെയും വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തി. 1940 വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനം തുടങ്ങി. 42 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് അദ്ദേഹം ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലായി. 44 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. 1934 ഗാന്ധിജി വീണ്ടും കേരളത്തിലെത്തി. സ്വാതന്ത്ര്യാനന്തരം പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകൾ അമർച്ച ചെയ്യാനും സമാധാനം സ്ഥാപിക്കാനുമായി 1946 സെപ്റ്റംബർ 7 അദ്ദേഹം നവഖാലിയിലേക്ക് യാത്ര തുടങ്ങി. 1947 സെപ്റ്റംബർ 1 മുതൽ 3 വരെ കൽക്കത്തയിൽ ഉപവസിച്ചു.
1948 ജൂൺ 13 മുതൽ 18 വരെ സാമുദായിക സൗഹാർദ്ദത്തിനായി അദ്ദേഹം വീണ്ടും ഉപവാസത്തിലേർപ്പെട്ടു. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചു. ഗാന്ധിജിയുടെ അപൂർവങ്ങളായ മറ്റു ചില ചിത്രങ്ങൾ കൂടി നമുക്ക് കാണാം. ബ്രിട്ടീഷ് ആർമി അംഗങ്ങൾ 1946 ഗാന്ധിജിക്ക് നൽകിയ സ്വീകരണമാണിത്. ഗാന്ധിജിയുടെ ചെറുപ്പകാലത്തെ ചില ചിത്രങ്ങൾ. ഗാന്ധിജി ഗുജറാത്തിലെ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള 1918 ചിത്രമാണിത്. 24 ഡൽഹിയിലെ ഉപവാസത്തിനിടയിൽ ഗാന്ധിജിയോടൊത്ത് ഇരിക്കുന്നത് പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. പ്രശസ്ത നടൻ ചാർലി ചാപ്ലിനോടൊപ്പം ഗാന്ധിജി. കൽക്കത്തയ്ക്കടുത്തുള്ള ഡംഡം ജയിലിൽ രാഷ്ട്രീയ തടവുകാരെ കാണാനെത്തിയ ഗാന്ധി. ഇത് ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു പത്ര കട്ടിങ്ങാണ്. ഗാന്ധിജി മരിച്ച ദിവസത്തെ വെങ്കിട്ട കല്യാണം എന്ന വ്യക്തി, അദ്ദേഹം ഗാന്ധിജി മരണസമയത്ത് ഗാന്ധിജി ഹേ റാം എന്ന് ഉച്ചരിച്ചിട്ടില്ല എന്ന പ്രസ്താവന നടത്തിയ ആളാണ്. മരണസമയത്ത് ദൃക്സാക്ഷിയായിരുന്ന ആളായിരുന്നു വെങ്കിട്ട കല്യാണം. അതേക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയാണിത്. വളരെ വ്യത്യസ്തമായ ഗാന്ധിജിയുടെ ചില ഫോട്ടോകൾ കാണും. ഗാന്ധിജി ശാന്തിനികേതനിൽ മഹാകവി ടാഗോറും ഒത്തിരിക്കുന്ന ചിത്രമാണിത്. ആഗാഖാൻ പാലസിൽ തടവിലിരിക്കുന്ന കാലത്തെ ഗാന്ധിജിയുടെ ചിത്രമാണിത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഒരു ചിത്രം. ജിന്നയുമൊത്തും മീരാബിനുമൊത്തുമുള്ള ഗാന്ധിജിയുടെ ചിത്രങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തുള്ള മഹാത്മാഗാന്ധിജിയുടെ ചിത്രം. ഗാന്ധിജി ടാഗോറിന് കൂടെ കസ്തൂർബ ഗാന്ധിയെയും കാണാം. ബോവർ യുദ്ധകാലത്തെ ഗാന്ധിജിയുടെ ചിത്രമാണിത്.
നടുവിലെ വരിയിൽ മധ്യത്തിലായി ഗാന്ധിജി ഇരിക്കുന്നത് കാണാം, തൊപ്പിയിട്ടിട്ട്. ദക്ഷിണാഫ്രിക്കയിൽ 1914 നിന്നുള്ള ഗാന്ധിജിയുടെ സത്യാഗ്രഹ കാലത്തെ ചിത്രമാണിത്. ഗാന്ധിജിയുടെ അന്ത്യനിമിഷങ്ങളിൽ ചിത്രങ്ങൾ. ഗാന്ധിജി സേവാഗ്രാം ആശ്രമത്തിൽ ഉപയോഗിച്ചിരുന്ന കിടക്കയും മറ്റു ഉപകരണങ്ങളും. ബിർള ഹൗസിലെ ഗാന്ധിജി അവസാനമായി നടന്ന നടപ്പാത. ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ നിന്ന് ഒരു ചിത്രം. സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയും അനുയായികളും. മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ പട്ടേലുമൊത്ത് ഗാന്ധിജി. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ 1929 ചർക്ക പതിച്ച ദേശീയ പതാക ഉയർത്തുന്ന മഹാത്മജി. നെഹ്റുവും പട്ടേലുമൊത്ത് ഗാന്ധിജിയുടെ ചിത്രം.
ഗാന്ധിജിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് കുട്ടികൾ, നിങ്ങൾ ഇത്തരത്തിൽ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ ശേഖരിക്കാനും പഠിക്കാനും മറക്കരുത് കേട്ടോ.